ഹായ്. ഒരു ഗുഡ് ന്യൂസും വന്നിട്ടുണ്ട്, ഒരു ബാഡ് ന്യൂസും വന്നിട്ടുണ്ട്. അതായത് ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേഴ്സുമാർക്ക് കാനഡയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് IELTS നിർബന്ധമല്ല. ഇപ്പോൾ PT മാത്രം ചെയ്താൽ മതിയാവും. PT എന്ന് വെച്ചപ്പോൾ നിങ്ങൾക്കറിയാം, IELTSനെക്കാളും എന്തുകൊണ്ടും വളരെ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാം ആണ് PT എന്ന് പറയുന്നത്. സോ കനേഡിയൻ ഹോം ഓഫീസ് അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബാഡ് ന്യൂസ് എന്ന് പറയുന്നത്, അടുത്ത ഒരു പുതുവർഷത്തോടെ കാനഡ അല്ല, നമ്മുടെ UK എറൗണ്ട് ഒരു 14,000 പേരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ട്, കുടിയേറ്റക്കാരെ പുറത്താക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ അതിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ന്യൂസ് വരുന്നത്. സോ അവിടേക്ക് ചെറിയ ക്രിമിനൽ പശ്ചാത്തലം വന്നിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, ഈ നോർമലി ചെന്ന് അവിടെ ഓരോ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും അങ്ങനത്തെ ഉള്ളവരെയൊക്കെയാണ് അവർ പുറത്താക്കാൻ നോക്കുന്നത്. സോ മാത്രമല്ല, കുറെ കമ്പനികൾ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ലൈസൻസ് കട്ടാക്കും. അതോടെ അവിടെ വർക്ക് ചെയ്യുന്ന മലയാളികൾക്കും പുറത്തോട്ട് പോവേണ്ട അവസ്ഥ വരും. സോ ഇത്രയാണ്. സോ എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ട് ഇനി പുറത്തോട്ട് നോക്കുക. ഓരോ രാജ്യവും നോക്കുമ്പോൾ നിങ്ങൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും നോക്കിയിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പൊ UK എന്ന് പറയുന്നത് കുറച്ച് കർശനമാണ്. എല്ലാം കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവർ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാ, ഈ ഒരു കുടിയേറ്റം എന്നുള്ള ഒരു മൈഗ്രേഷൻ എന്നുള്ള ഒരു ഏരിയയിലോട്ട് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ കെയർ ഹോം വിസയിലോട്ടും അവര് ഫുള്ളായിട്ട് ബാൻ ചെയ്ത് വെച്ചേക്കുവാണ്. കാരണം അവിടുത്തെ ആൾക്കാരെ കുറച്ചുകൂടെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫീൽഡിലോട്ടൊക്കെ. സോ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പോകുന്ന ആൾക്കാരെ മാക്സിമം അവർ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. സോ ലക്കിയിൽ നമുക്കൊരു കെയർ ഹോം വിസ വന്നു. ഇപ്പം എന്തായാലും ആർക്കും അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല. സോ ഏത് കൺട്രി ആയാലും നിങ്ങൾ പോണതിന് മുന്നേ ആയിട്ട് കുറെ പേരെടുത്ത് ഒന്ന് ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറെ ഒന്ന് സെർച്ചിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് മാത്രം ഏജൻസി വഴി മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുക കേട്ടോ.